നമസ്കാരം. 48 ടീമുകളുമായി തുടങ്ങിയ ചരിത്രത്തിലെ ഏറ്റവും വിശാലമായ ലോകകപ്പ്. അതിലിനി അവശേഷിക്കുന്നത് 2 ടീമുകൾ. ഒരു വശത്ത് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന, മറുവശത്ത് യൂറോ ചാമ്പ്യന്മാരായ സ്പെയിൻ. സ്വപ്ന ഫൈനലിലേക്ക് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇരു ടീമുകളുടെയും കരുത്തും പോരായ്മയും എല്ലാം നമുക്ക് വിശദമായി നോക്കാം. ഈ ചർച്ചയിൽ നമുക്കൊപ്പം പങ്കെടുക്കുന്നത് പി ജെയിംസ്. സ്വാഗതം. നമസ്കാരം സാർ. ഓക്കെ, താങ്ക് യു. അടുത്തതായി അക്ഷയ് മോഹൻ. അക്ഷയ്, ഇനി സി മൂസി. യൂറോ ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരും. ഇതിനേക്കാൾ വലിയൊരു ഫൈനൽ ഈ ലോകകപ്പ് ഫൈനലിന് കിട്ടാനുണ്ടോ എന്നത് പോലും സംശയമാണ്. 2 കിടിലൻ ടീമുകൾ. ഒരു വശത്ത് ലയണൽ മെസ്സി, മറുവശത്ത് ലെമീൻ യമാൽ. ടീമിന്റെയും കണക്കുകളുടെയും ചരിത്രവും ഒക്കെ തന്നെ പരിശോധിക്കുമ്പോൾ ഒരു സ്വപ്ന ഫൈനൽ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആദ്യം ജെയിംസ് ഹാർലനിൽ നിന്ന് തുടങ്ങാം. നമ്മൾ എല്ലാവരും കൊതിക്കുന്ന ഒരു ഫൈനൽ. ഒരു തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ലോകകപ്പാണ്. ആദ്യമായി 48 ടീമുകൾ വരുന്നു, മത്സര എണ്ണം കൂടുന്നു, 104 മത്സരങ്ങളാകുന്നു. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഫൈനൽ തന്നെയാണ് ഇത്. തീർച്ചയായിട്ടും. പക്ഷെ നേരത്തെ ഫേവറേറ്റ്സ് വേറെയൊക്കെ ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടും ഫ്രാൻസും ഒക്കെ ഫൈനലിൽ വരും എന്ന് പ്രവചിച്ചവരുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം സ്പെയിൻ കഴിഞ്ഞ ഒരു 38 മത്സരങ്ങളിലായി തോറ്റിട്ടില്ല. ഈ ലോകകപ്പിൽ തന്നെ ഏതാണ്ട് 7 മത്സരങ്ങളിൽ പങ്കെടുത്തതിൽ ഒറ്റ തവണ മാത്രമാണ് അവരൊരു ഗോള് വഴങ്ങിയത്. അത് ബെൽജിയത്തോടാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് മാറ്റി നിർത്തി. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസ് ടീം ഈ ടൂർണമെന്റിലെ ഞാൻ കാണുന്നത് സ്പെയിനെയാണ്. ബെസ്റ്റ് ഡിഫൻഡർമാരുള്ള. അതേസമയം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വേറെ രീതിയിൽ ഫേവറേറ്റ്സ് ആണ്, ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണ്. 2022 അവർ ജയിച്ചതാണ്. ലയണൽ മെസ്സി എന്ന മജീഷ്യൻ അദ്ദേഹം കളിക്കുന്നു എന്നുള്ളതാണ് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു സ്പെയിനിന്റെ ഡിഫൻസും മെസ്സിയുടെ നേതൃത്വത്തിലുള്ള ഫോർവേഡ്സും തമ്മിലുള്ള കളിയായിരിക്കും. ഫോർവേഡ്സിന്റെ കാര്യത്തിൽ മെസ്സി ഉള്ളതുകൊണ്ട് മുൻതൂക്കം അർജന്റീനയ്ക്കാണ്. പക്ഷെ ഡിഫൻസ് അത് പൊളിക്കാൻ മെസ്സിയുടെ മാജിക്കിന് കഴിയുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുക. അപ്പോൾ ഇനി ജെയിംസ് അടുത്തുള്ള, അതായത് അക്ഷയ്, അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം, അർജന്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നതുല്യമായ യാത്ര എന്ന് പറയുന്നത്. കഴിഞ്ഞ ലോകകപ്പ് കഴിയുമ്പോൾ എല്ലാവരും ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ പല അർജന്റീന ആരാധകരും പറഞ്ഞത്, ഇനിയൊന്നും തെളിയിക്കാനില്ല, നമ്മൾ ഏറ്റവും കാമായി കൂളായി ഒരു സമ്മർദ്ദങ്ങളും ഇല്ലാതെ കളിക്കുന്ന ലോകകപ്പ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അൾജീരിയക്കെതിരായ മത്സരത്തിൽ ആദ്യം ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ കണ്ടതാണ്. കൂളായി പന്ത് കിട്ടുന്നു, ഗോൾ പോസ്റ്റിന് മുന്നിൽ നിന്ന് തമാശ കളിക്കുന്നു. അർജന്റീന ആരാധകർക്ക് വളരെ കൗതുകമായിരുന്നു അങ്ങനെ കളിക്കുന്ന തരത്തിൽ. അപ്പോൾ പക്ഷേ ഓരോ മത്സരം കഴിയുമ്പോൾ അർജന്റീന ആരാധകരുടെ നെഞ്ചെടുപ്പ് കൂടുകയാണ്. ഇപ്പം പുറത്താവും എന്ന തരത്തിൽ വരെ എത്തിച്ച് വീണ്ടും ഒരു ഫൈനലിലേക്ക് എത്തുമ്പോൾ കിട്ടിയതെല്ലാം സ്വപ്നതുല്യം. ഇനി ഒരുപക്ഷെ എല്ലാം കിട്ടുന്ന ബോണസ് എന്ന് പറയുമ്പോൾ പോലും എങ്ങനെയാണ് ഫൈനലിനെ കാണേണ്ടത്? അതായത് ഇത്തവണ ലോകകപ്പ് തുടങ്ങുമ്പോൾ സമ്മർദ്ദം ഒന്നുമില്ലാതെ കൂളായിട്ടൊരു ലോകകപ്പ് കാണുക, അതായിരുന്നു ഏതൊരു അർജന്റീന ആരാധകരുടെ ആഗ്രഹം. അതായത് കഴിഞ്ഞ തവണ വരെ മെസ്സിക്ക് ലോകകപ്പില്ല. അപ്പോൾ മെസ്സി ലോകകപ്പിന് എത്തുമ്പോൾ, അർജന്റീന എത്തുമ്പോൾ ഭയങ്കര സമ്മർദ്ദമാണ്. ഇതെങ്കിലും മെസ്സിക്കൊരു കപ്പ് കിട്ടുമെന്നായിരുന്നു ലക്ഷ്യം. അത് കഴിഞ്ഞ തവണ ഖത്തറിൽ അതങ്ങ് പൂർണ്ണമായി. ഇത്തവണ എത്തുമ്പോൾ കുറച്ചുകൂടി കൂളായിട്ടൊക്കെ ഇരിക്കാമെന്ന് ആരാധകരൊക്കെ വിചാരിച്ചു. പക്ഷേ മൊത്തം തെറ്റിച്ച് കളഞ്ഞു. പക്ഷേ ത്രില്ലറുകളാണ്. അർജന്റീനയുടെ ഓരോ മത്സരങ്ങളും ത്രില്ലറുകളായി മാറുന്നുണ്ട്. ആദ്യം അൾജീരിയക്കെതിരെ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. മെസ്സി ലോകകപ്പിൽ ആദ്യ ഹാട്രിക്ക് നടത്തിയ ആ തുടക്കം ഗംഭീരമാക്കി തന്നെ മെസ്സി തുടങ്ങി. അടുത്ത മത്സരത്തിലും ഗോൾ അടിച്ചു, അടുത്ത മത്സരം, അങ്ങനെ തുടർച്ചയായി മെസ്സി ഗോളുകൾ അടിക്കുന്നു. പക്ഷേ നോക്കൗട്ടിൽ എത്തിയപ്പോഴാണ് അർജന്റീനയ്ക്ക് എവിടെയൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് കൃത്യമായി തന്നെ അത് പുറത്തു വന്നു. നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും മെസ്സിയുടെയൊക്കെ ആ ഫോമിലിന്റെ പേരിൽ അത് ഒഴിവായി മാറി. പക്ഷേ നോക്കൗട്ടിൽ കേപ്പ് വെർദെ അത് കൃത്യമായി തന്നെ കാണിച്ചു തന്നു. കേപ്പ് വെർദെ എന്ന് പറയുന്നത് ലോകകപ്പിൽ ആദ്യമായി വന്ന ഒരു കുഞ്ഞൻ ടീം. ആ ടീം 2 തവണ പിന്നിട്ട് നിന്നിട്ട് പോലും 2 ഗോൾ അവിടെ തിരിച്ചടിച്ചു. പക്ഷെ എക്സ്ട്രാ ടൈമിൽ ഒടുവിൽ സെൽഫ് ഗോളിന്റെ ബലത്തിലാണ് അന്ന് കയറിക്കൂടിയത്. അടുത്ത ഈജിപ്തിനെതിരെ തോറ്റെന്നുറപ്പിച്ചതാണ്. അവസാനം 2 ഗോളിന് പിന്നിട്ട് നിൽക്കുന്നു. പിന്നീട് ഒരു 3 ഗോള് 12 മിനിറ്റ് ഇടവേളയിൽ ഒരു 3 ഗോളാ തിരിച്ചടിച്ചത്. അപ്പോൾ അന്നും ഒരു ത്രില്ലർ കണ്ടു. അവിടെ തീർന്നു വിചാരിച്ചു, അവിടെയും തീർന്നില്ല. സ്വിറ്റ്സർലൻഡിനെതിരെ എക്സ്ട്രാ ടൈം വരെ പോയി. അന്ന് പിന്നെ ഒരു 3-1 ഒരു മാർജിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. നിശ്ചയ സമയത്ത് ഇതായിരുന്നു. അതിനുശേഷം അവിടെയും ഭാഗ്യത്തിന്റെ ആനുകൂല്യം എന്ന് പറയുന്നു. അതായത് അവരുടെ ഒരു താരം എംബോളയുടെ ഒരു
മണ്ടത്തരം അത് ഈ ലോകകപ്പിലെ അല്ലെങ്കിൽ ചരിത്രപരമായ മണ്ടത്തരം എന്ന് നമുക്ക് ചുവപ്പ് കാർഡ് കിട്ടുന്നു. ഒരു വിഖ്യാതമായ മണ്ടത്തരം ഈ ലോകകപ്പിന്റെ ചരിത്രത്തിലെ പലപ്പോഴും നമ്മൾ പലപ്പോഴും കണ്ടു. ഈ മറഡോണ പോത്തു തുപ്പിയോ അല്ലെങ്കിൽ അങ്ങനെ പല പല പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല വില്ലത്തരങ്ങൾ, അങ്ങനെ പല തരത്തിലുള്ള മണ്ടത്തരങ്ങൾ കണ്ടു. പക്ഷെ അതിലത്തെ ഒരു മണ്ടത്തരങ്ങളിൽ ഏറ്റവും ഒരു ഹയസ്റ്റ് എന്ന് പറയുന്നത് വേണമെങ്കിൽ ഇതിന് കൊടുക്കുക എന്ന് പറയേണ്ടിയിരിക്കും. ഫിഫ വരുത്തിയ മാറ്റങ്ങളായിരുന്നു അത്. ആ 2 നിയമങ്ങൾ വാർ ചെക്ക് ചെയ്യുന്നു. അത് ആദ്യം പാരഡൈസിന് കൊടുത്തൊരു കാർഡാണ്, അത് വാർ ചെക്ക് ചെയ്യുന്നു, അത് ട്രാൻസ്ഫർ ചെയ്ത് എംബോളയ്ക്ക് കൊടുക്കും. അതുപോലെ തന്നെ അതിന് മുമ്പൊരു മത്സരത്തിൽ പാരഗ്വേയുടെ ഒരു താരം ഈ വാവൊത്തി സംസാരിച്ച റെഡ് കാർഡ് കണ്ടു. അത്തരത്തിൽ മാറ്റങ്ങൾ വന്നൊരു ലോകകപ്പ് അൽമിറാസ് ആയിരുന്നു അത്തവണ. അങ്ങനെ ആ താരം അന്ന് റെഡ് കാർഡ് കണ്ടില്ലെങ്കിൽ അർജന്റീനയ്ക്ക് കടുകട്ടിയാകും. പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡ് തിരിച്ചു വന്നുകൊണ്ടിരുന്ന സമയമായിരുന്നത്. രണ്ടാമത് തുടങ്ങിയ തന്നെ ഒരു നല്ലൊരു ടാക്കിളിലൂടെ അർജന്റീന രക്ഷപ്പെട്ടു പോയി. അതിനുശേഷം ഒരു ഗോൾ അടിക്കുന്നു. ഗോളിന് തൊട്ട് പുറകെയാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അപ്പോൾ 10 പേരായി അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്നിട്ട് പോലും 90 മിനിറ്റ് വരെ സാധിച്ചില്ല. ഇതിൽ എക്സ്ട്രാ ടൈം കഴിയാറായപ്പോഴാണ് 2 ഗോൾ തിരിച്ചടിക്കുന്നതും ജയിക്കുന്നതും. പിന്നെ ഇംഗ്ലണ്ട് ആയിരുന്നു. ഇംഗ്ലണ്ടിനെതിരെ അതും ഒരു ഗോൾ, അത് ഇംഗ്ലണ്ടിന്റെ ടാക്ടിക്സിലെ മണ്ടത്തരം തന്നെ പറയേണ്ടി വരും. കൃത്യമായിട്ടും അർജന്റീനയ്ക്ക് ഒരു ടീമിനെ ബസ് പാർക്ക് ചെയ്ത് ജയിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസം ട്യൂഷനിലുണ്ട്. കഴിഞ്ഞ 3 മത്സരങ്ങളിൽ വല്ലാതെ കളിച്ചു വന്ന ഒരു ടീമിനെതിരെയാണ് ഇങ്ങനെ ഒരു അബദ്ധം കാണിക്കുന്നത് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. അതാണ് ഒരു പക്ഷേ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ ഇംഗ്ലണ്ട് തീരുമാനിച്ചിരുന്നെങ്കിൽ അർജന്റീന അവിടെ തീർന്നേനെ. മാത്രമല്ല ഈ ഗോൾ അടിച്ചതിന് തൊട്ട് പുറകെ ഒരു ചാൻസ് ഹാരിക്കേന് കിട്ടിയിട്ടുണ്ട്. അത് ഒരു രക്ഷപ്പെട്ട് പോയതാണ്. ഒരു ഹാരിക്കിൻ്റെ കളിക്കണോ ഒരു സംശയം പോലും ഉണ്ടായിരുന്നൊരു ആ വിഷ്വൽ കാണാൻ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ അവിടെ രക്ഷപ്പെട്ടു പോയി. പിന്നെ ബസ് പാർക്ക് ചെയ്ത് അവര് തന്നെ കളഞ്ഞു. അർജന്റീന കൃത്യമായി അവിടെ മെസ്സിയുടെ പക്ഷെ അവിടെ നിന്ന് അർജന്റീന ആ സമയം വരെ മോശമായിരുന്നു. പക്ഷെ അവസാനം ഒരു 15 മിനിറ്റ് എത്തുമ്പോൾ ആ ഗിയർ അങ്ങ് ഷിഫ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ അർജന്റീനയുടെ ഏറ്റവും പീക്ക് പെർഫോമൻസ് കണ്ട മത്സരം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇംഗ്ലണ്ടിനെതിരെ പറയേണ്ടിയിരിക്കുന്നു. അതിൽ തന്നെ ലിയോണൽ മെസ്സി എന്ന് പറയുന്നത്. ഇതില് ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള മത്സരത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലണ്ട് 55 മിനിറ്റില് ആദ്യത്തെ ഗോൾ അടിച്ച് ലീഡ് ചെയ്യുന്നത് വരെ ഇംഗ്ലണ്ട് അറ്റാക്കിംഗ് ഫുട്ബോളാണ് കളിച്ചിരുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നു അവരുടെ കോച്ച് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഡിഫെൻഡ് ചെയ്ത് ഗോൾ വീഴാതെ നോക്കുക. അവർ ഡിഫൻസിലേക്ക് മാറി. ഇപ്പം മെസ്സിയും കൂട്ടിനും ഭയങ്കരമായിട്ടുള്ള അറ്റാക്കിംഗ് സ്കലോണിയുടെ സ്ട്രാറ്റജി മാറി. അത് കൃത്യമായിട്ട് അവരെ മാർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇവർ ഡിഫൻസിലേക്ക് ഒതുങ്ങി. അറ്റാക്കിംഗ് ഫുട്ബോൾ കളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കാൻ അർജന്റീനയ്ക്ക് എളുപ്പമായിരുന്നില്ല. ഇനി ഊസിലേക്കാണ്. ഊസിൻ സ്പെയിനെ കുറിച്ചാണ് പറയേണ്ടത്. സ്പെയിൻ ഈ പറഞ്ഞ പോലെ ജെയിംസ് ആർ സൂചിപ്പിച്ച പോലെ തന്നെ തുടർച്ചയായി 38 മത്സരങ്ങളിൽ തോൽക്കാതെ വരികയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിനപ്പുറം യൂറോ ചാമ്പ്യന്മാരാണ്. സമീപകാലത്ത് 2010 അവർ അവസാനമായി ലോകകപ്പ് നേടുന്നത്. എന്നിട്ട് പോലും സമീപകാലത്ത് അവരൊരു വീണ്ടും അവരുടെ പ്രതാപകാലം തിരിച്ചു പിടിക്കുന്നത് പോലെ ഇനിയസ്റ്റി സാവിയൊക്കെ തന്നെ കളമൊഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ 2 ലോകകപ്പിൽ അവർക്ക് പ്രീ ക്വാർട്ടർ പോലും കടക്കാനായില്ല. പക്ഷേ ഇത്തവണ വരുമ്പോൾ അവർ നന്നായി കളിക്കുന്നു. പ്രത്യേകിച്ച് ലമീൻ യമാൽ എന്ന താരം, ഒപ്പം തന്നെ ഒരു പിട്ടി ബാഴ്സ താരങ്ങളുടെ അല്ലെങ്കിൽ വമ്പൻ താരങ്ങൾ, ഒരു ലോക ഫുട്ബോളിലെ മിന്നും താരങ്ങൾ, അതും യുവതാരങ്ങൾ അവരുടെ കരുത്തിൽ വരുന്നു. പക്ഷേ അവരുടെയും തുടക്കം മോശമായിരുന്നു കേപ്പ് വെർദേക്കെതിരെ. എങ്ങനെ സ്പെയിൻ്റെ ഈ ഫൈനലിലേക്കുള്ള ആ യാത്രയെ എങ്ങനെ നമുക്ക് പറയാം? ഞാൻ ആദ്യമേ പറഞ്ഞത് ഇംഗ്ലണ്ട് അർജന്റീന മത്സരത്തിൽ ഇംഗ്ലണ്ട് ജയിക്കുമെന്നാണ് ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത്. കാരണം ഈ പറഞ്ഞ പോലെ ഇംഗ്ലണ്ടിൻ്റെ അറ്റാക്കിംഗ് ഫുട്ബോളിനോട് എത്രത്തോളം അർജന്റീന പിടിച്ചു നിൽക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫസ്റ്റ് ഹാഫിന് ശേഷം തുഷൽ വരുത്തിയ ടാക്ടിക്കൽ മിസ്റ്റേക്ക് ഉണ്ടല്ലോ, അതാണ് ആ ഒരു സ്പേസ് അവിടെ കൊടുക്കുന്നു. കൂടുതൽ അർജന്റീന അറ്റാക്കിംഗ് താരങ്ങൾക്ക് കൂടുതൽ സ്പേസ് കിട്ടുന്നു. അവർക്ക് ത്രൂ ബോൾ കളിക്കാൻ പറ്റുന്നു, അവർക്ക് ഏരിയൽ ബോൾ കളിക്കാൻ പറ്റുന്നു. ഇങ്ങനെ ഇംഗ്ലണ്ടിനെ അവർ അട്ടിമറിക്കുന്നു. ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല. കാരണം ഈ അർജന്റീന പോലെ ടീം, അർജന്റീന ഈ ലോകകപ്പിൽ പ്രധാനപ്പെട്ട ടോപ്പ് 10 റാങ്കിങ് എടുത്താൽ അതിൽ ഏറ്റവും ദുർബലമായ ടീമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതിൽ ഒരുപാട് പ്രായം കൂടിയ താരങ്ങളുണ്ട്. ഈ പ്രായം കൂടിയ താരങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മറ്റുള്ള താരങ്ങളുടെ അത്ര ഓടാൻ പറ്റില്ല. അപ്പോൾ അത് അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു അറ്റാക്കിംഗ് ടീമുകൾക്കെതിരെ വരുമ്പോൾ അത് ഡിഫെൻഡിങ്ങിലേക്ക് കൂടുതൽ പ്രശ്നം വരും. അത് മിഡിൽ കൂടുതൽ പ്രശ്നം വരും. അപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ അവർ തോൽക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സ്പെയിനിലേക്ക് എത്തുമ്പോൾ സ്പെയിനിന്റെ മിഡ് കുറച്ചും കൂടി സ്ട്രോങ് ആണ്. മിഡാണ് ഏറ്റവും മികച്ച മിഡെന്ന് കൂടി പറയേണ്ടി. റോഡ്രി ഉണ്ട്, പെഡ്രി ഉണ്ട്. പെഡ്രിക്ക് കഴിഞ്ഞ 2 മത്സരങ്ങൾ അവസരം കിട്ടിയില്ല എന്ന് ഓർക്കണം നമ്മൾ പ്രത്യേകിച്ച്. അതെ, പെഡ്രിക്ക് അവസരം കിട്ടാത്തതിന് കാരണം അവർ ഫാബിയൻ റോയ്സ്, എതിർ ടീം ഫ്രാൻസ് ആയിരുന്നു. അപ്പോൾ ഫാബിയൻ റോയ്സിനെ കുറച്ച് അറ്റാക്ക് ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പരിശീലനം ഇറക്കുന്നു. പക്ഷെ ബെൽജിയത്തിനെതിരായ മത്സരത്തിലും ഫാബിയൻ റോയ്സ് ആദ്യം ഒരു ഗോൾ അടിക്കുന്നു. പക്ഷേ ഞാൻ അർജന്റീനക്കെതിരെ കളിക്കുമ്പോൾ പെഡ്രി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. കാരണം മിഡിൽ എത്രത്തോളം ഒരു കവചം ഒരുക്കുന്നു അതിനനുസരിച്ചായിരിക്കും സ്പെയിൻ കൂടുതൽ എന്താ പറയുക ശക്തരായി മാറുക. അപ്പോൾ
ആ ഒരു ചാനൽ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സി അൽവാരസ് ആ സംഘത്തിന്റെ ചാനൽ മിഡിൽ വെച്ച് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പെഡ്രി റോഡ്രി മുമ്പ് ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. അതായത് ലിയോണൽ മെസ്സി എന്ന് പറയുന്ന ആ ഒരു ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ അവിടേക്ക് വരുന്ന എല്ലാ രക്തധമനികളും അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൃദയം നിലച്ച് ചത്തുപോകും എന്ന തരത്തിൽ പണ്ടൊരു നിരീക്ഷണം വായിച്ചിട്ടുണ്ട്. അത് മാറിക്കഴിഞ്ഞു ഇപ്പോൾ. അത് മെസ്സിയെ പൂട്ടാൻ പറ്റില്ല. മെസ്സിയെ പൂട്ടാൻ നോക്കുമ്പോ മെസ്സി സ്ട്രാറ്റജി മാറ്റിയിട്ട് വേറെ തരത്തിൽ കളിക്കുന്നു. ഇപ്പൊ 2 അസിസ്റ്റുകൾ കൊടുത്തത് പുള്ളിയെ ബ്ലോക്ക് ചെയ്യാനായിട്ട് വന്നിരുന്നു, പക്ഷെ വളരെ കൃത്യമായിട്ട് വെട്ടി മാറിയിട്ട് മെസ്സി ഗോൾ അടിക്കാനല്ല നോക്കുന്നത്, അസിസ്റ്റ് ചെയ്യാണ്, ഗോൾ അടിപ്പിക്കുകയാണ്. മറ്റേ എൻസോ ഫെർണാണ്ടസിന് എടുത്തു കൊടുത്താൽ ശരിക്കും തലയിലേക്ക് കറക്റ്റായിട്ട് അപ്പൊ രണ്ടാമത് ആദ്യത്തെ ആയിരുന്നു എൻസോന്റെ, അതും നല്ല ബോളായിരുന്നു. അത് പക്ഷെ 2 അസിസ്റ്റും ഗംഭീരമായിരുന്നു. അതിന് ഒരു അസിസ്റ്റ് വേണമെങ്കിൽ ലോകോത്തരമായിട്ടുള്ള 6 ഇംഗ്ലീഷ് താരങ്ങളുടെ മുകളിലൂടെയാണ് ആ പന്ത് വരുന്നത്. അതും മെസ്സിയുടെ വീക്ക് ഫുട്ടാണെന്ന് പറയേണ്ടിയിരിക്കുന്നത്. അതായത് റൈറ്റ് ഫുട്ടിലാണ്, അതായത് വീക്ക് ഫുട്ട് എന്ന് വിശേഷിപ്പിക്കുന്നു. മെസ്സിയുടെ നമ്മളെല്ലാരും പറയുമ്പോൾ ആ ഇടങ്കാലിന്റെ മനോഹാരിത, അയാളുടെ സ്ഥാനം, അത് ആ കാലൊക്കെ വലിയ തുകയ്ക്ക് ഇൻഷുറൻസ് ചെയ്തുള്ള ഒരു കാല്, ആ കാലിൽ നിന്നല്ല ആ ഷോട്ട് വരുന്നത്. അല്ലെങ്കിൽ എല്ലാ കാലത്തും മെസ്സിയുടെ ആ വരുമ്പോൾ നമ്മള് മെസ്സി എന്താണ് ആ ഇടങ്കാല് കൊണ്ട് പ്രഹരിക്കുന്നതെന്ന് നമ്മൾ കണ്ടല്ല. അവിടെ നിന്ന് വിട്ടിട്ട് അദ്ദേഹത്തിന്റെ റൈറ്റ് ഫുട്ട് അത് രക്ഷിക്കുന്ന പലകുറിയായി. കഴിഞ്ഞ ലോകകപ്പിലും ഇതുപോലെ ക്രൊയേഷ്യക്കെതിരായ സെമി ഫൈനൽ ജോസ്കോ ഗാർഡിയോളിനെയൊക്കെ ഒന്ന് ചുരുട്ടിച്ചിട്ട് ലാസ്റ്റ് പാസ് കൊടുക്കുന്നത് അന്ന് അൽവാരസിനാണെന്ന് തോന്നുന്നു. അൽവാരസിന് അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ വന്നതും ഒരു റൈറ്റ് ഫുട്ടിൽ നിന്നായിരുന്നു. പണ്ട് സാറിന് ഓർമ്മയുണ്ടാവും 2018 ലോകകപ്പിൽ നൈജീരിയക്കെതിരെ ഗോൾ അടിക്കുന്നത് ഇതുപോലെ റൈറ്റ് ഫുട്ട്. അപ്പൊ മെസ്സിക്ക് എപ്പോഴും തന്റെ ഇടങ്കാൽ മാത്രമല്ല, ഒരു ആവശ്യത്തിന് തന്റെ വടലങ്കാല് കൂടി എടുത്ത് പ്രയോഗിക്കാൻ തക്കവണ്ണം അയാൾ പ്രാപ്തനാണെന്ന് തെളിയിച്ചിരുന്നു. ഫൈനലിൽ ഈ പറഞ്ഞ പോലെ മെസ്സിക്ക് ആ തരത്തിൽ ഫോം ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രത്യേകിച്ച് അവരുടെ ലെഫ്റ്റ് ബാക്ക് കുറേയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു മാർക്ക് ചെയ്യും. അവരുടെ മിഡ് കുറച്ചും സ്ട്രോങ് ആണ്. ഈ പറയുന്ന മെസ്സിക്ക് ത്രൂ ബോൾ എത്തില്ല. അവരുടെ ലെഫ്റ്റ് ബാക്ക് മെസ്സിയെ ഡബിൾ മാർക്ക് ചെയ്താൽ സ്വാഭാവികമായിട്ടും മെസ്സിയുടെ അസിസ്റ്റിന് സാധ്യത അവിടെ കുറയാണ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ലെഫ്റ്റ് ബാക്ക്, ഇപ്പോൾ റൈറ്റ് ബാക്ക് ആയാലും ലെഫ്റ്റ് ബാക്ക് ആയാലും ഈ 2 വിങ്ങുകളിലും പൂട്ടിക്കഴിഞ്ഞാൽ മെസ്സിക്ക് എത്രത്തോളം ശോഭിക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ ഭയങ്കര സംശയമാണ്. അർജന്റീനയുടെ ഈ ടീം, ഇത്തവണത്തെ ടീം പരിശോധിക്കുമ്പോൾ ഏറ്റവും പോരായ്മ എന്ന് പറയുന്നത് മെസ്സിക്ക് അപ്പുറത്ത് മറ്റാരും തന്നെ ആൾക്കാരില്ല. മലയാളികളെ സംബന്ധിച്ചിടത്തോളം, മലയാളികൾ മാത്രമല്ല ലോകമെമ്പാടും എങ്ങനെയോ മെസ്സിക്ക് മാത്രമല്ല, മെസ്സിയിലൂടെയാണ് അർജന്റീനയ്ക്ക് വലിയ ഒരു ഫാൻ ബേസ് ഉണ്ട്. പിന്നെ അർജന്റീനയുടെ ഫുട്ബോളിന്റെ പ്രത്യേകത, ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ പ്രത്യേകത, അത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഹൃദയത്തോട്, അവർ ഹൃദയം കൊണ്ടാണ് കളിക്കുന്നത്. യൂറോപ്യൻ ഫുട്ബോൾ എപ്പോഴും മെഷേർഡാണ്, ബുദ്ധിയും അതുപോലെ തന്നെ സയന്റിഫിക്, ഇങ്ങനെ ഈ പലതും കളിക്കുന്നത് കൃത്യമായിട്ടൊരു സയന്റിഫിക്, ഒരു ശാസ്ത്രീയമായ കളിയെ കളിക്കുന്നത്. അപ്പോൾ കാണാൻ രസം ബ്രസീലിന്റെയും അർജന്റീനയും ഫുട്ബോളാണ്. ഇതിലിപ്പോൾ വന്നിരിക്കുന്നത് ക്വാർട്ടർ ഫൈനലിൽ 8 ടീമുകൾ എത്തിയപ്പോൾ 6 ടീമും യൂറോപ്യൻ ടീമുകളായിരുന്നു. ഒരു അർജന്റീന ലാറ്റിൻ അമേരിക്കയിൽ, ഒരു ടീം ആഫ്രിക്കയിൽ നിന്ന് മൊറോക്കോ. പക്ഷേ ഇപ്പൊ ഫൈനലിൽ എത്തുമ്പോൾ ഇതിന്റെ ഒരു സൗന്ദര്യമായിട്ട് എനിക്ക് തോന്നുന്നു, എല്ലാവരും വിചാരിച്ച് 2 യൂറോപ്യൻ ടീം എത്തുന്നതാണ്. ഒരു യൂറോപ്യൻ ശൈലിയും ഒരു ലാറ്റിൻ അമേരിക്കൻ ശൈലിയും. അപ്പോൾ അത് വേൾഡ് ഫുട്ബോൾ ആയി. കാരണം ഇതുവരെയുള്ള മുഴുവൻ 8 രാജ്യങ്ങളെ വിൻ ചെയ്തു. പക്ഷെ അതിനോട് ചിലപ്പോൾ മൂസിനൊന്ന് വിയോജിക്കുന്നുണ്ടാവും. ഇപ്പൊ മറ്റേ അങ്ങനെ ലാറ്റിൻ അമേരിക്കൻ ശൈലി അല്ലെങ്കിൽ യൂറോപ്യൻ ശൈലി എന്ന് അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഈ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിലെ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം ഇന്ന് യൂറോപ്പിലാണ് കളിക്കുന്നത്. ഇപ്പൊ അർജന്റീനയായാലും ബ്രസീലായാലും അവർ യൂറോപ്പിലെ പ്രധാനപ്പെട്ട ക്ലബ്ബുകളിലാണ് കളിക്കുന്നത്. അവർക്ക് എന്നാലും ഞാൻ കാണുന്നതേ ഈ ലാറ്റിൻ അമേരിക്കൻ കളിക്കുന്ന താരങ്ങൾ മാത്രമല്ല, ആ സാമ്പാ താളവും അവരുടെ ഒരു വേ ഓഫ് പ്രസന്റേഷനും അവരുടെ റിയാക്ട് ചെയ്യുന്ന രീതി, കളിക്കുന്ന ശൈലി മാത്രമല്ലല്ലോ, നമുക്കൊരു ഉള്ളിൽ നിന്ന് ഹൃദയം കൊണ്ട് ചിലപ്പോ യൂറോപ്പിന് വേണ്ടി അല്ലെങ്കിൽ മാഡ്രിഡിനോ അല്ലെങ്കിൽ മറ്റേ ബാഴ്സലോണയ്ക്കൊക്കെ വേണ്ടി കളിക്കുമ്പോ അവര് ചിലപ്പോ ഒരു യൂറോപ്യൻ എല്ലാതരം ശൈലികളും എടുക്കാമല്ലോ, ഒരു മിക്സ് ആണ് എടുക്കാറുള്ളത്. പക്ഷേ ബ്രസീലിനും ഇവർക്കും, ഈ ബ്രസീലിന് ആ സാമ്പാ താളം നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെതാണ് ബ്രസീൽ തോറ്റത്. അപ്പൊ അവർക്ക് ഒരു താളം ഉണ്ടായിരുന്നു, കാണാൻ വളരെ രസമുള്ള താളമായിരുന്നു. പിന്നെ ഇവര് തമ്മിൽ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഇല്ലായിരുന്നു. ഒരു കാര്യം ഇപ്പം മുഹസിൻ പറഞ്ഞത് കറക്റ്റാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യൂറോപ്പിലാണ് ഇവരൊക്കെ കളിക്കുന്നത്. അപ്പൊ ഇവര് വന്ന് ഇപ്പുറത്ത് കളിക്കുമ്പോൾ യൂറോപ്യൻ ഫുട്ബോളിന്റെ ഒരു ശൈലി വന്നേക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു മെസ്സിക്കൊക്കെ ഒരു സൗന്ദര്യാത്മകമായിട്ടൊരു ഫുട്ബോള് ഉണ്ട്. പിന്നെ ഈ ടൂർണമെന്റിൽ ഞാൻ കാണുന്ന ഏറ്റവും ഈ ഫൈനലിലെ ഒരു പ്രത്യേകത, നമ്മളിപ്പോ വലിയ വാർത്തകളായി വന്നു കഴിഞ്ഞു, ലമീൻ യമാൽ, അത് അവരെ കുളിപ്പിക്കുന്ന ഒരു രംഗം, അത് യൂണിസെഫിന്റെ ഫോട്ടോഷൂട്ടായിരുന്നു 2007. അപ്പൊ മെസ്സി അന്ന് കുളിപ്പിക്കുന്ന പയ്യനാണ് ഇന്ന് മെസ്സിയുടെ അർജന്റീനയ്ക്കെതിരെ ഏറ്റവും വലിയ അവരുടെ എന്താ പറയാ
തുറുപ്പ് ചീട്ടായിട്ട് അവർ ഉപയോഗിക്കുന്നത്. 19 വയസ്സേ ഉള്ളൂ, അവന് എത്ര കാലം കിടക്കും? അത് മെസ്സിയുടെ വല്ലാത്തൊരു ആരാധകനാണ്. ഇത്തവണ ലെമിൻ യമാൽ ഉപയോഗിക്കുന്ന ജേഴ്സി നമ്പർ 19 ആ 19 ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലിയോണൽ മെസ്സി ആദ്യമായി ലോകകപ്പ് കളിക്കാൻ ഇറങ്ങുമ്പോൾ 2006 ലോകകപ്പിൽ മെസ്സി അണിഞ്ഞത് ഒരു 19 നമ്പർ ജേഴ്സി. അപ്പോൾ ലെമിൻ യമാൽ ഈ ലോകകപ്പ് തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് മെസ്സിയുടെ 19 ഒപ്പം തന്നെ ഈ ലെമിൻ യമാലിന്റെ 19. അപ്പോൾ അതിന് അക്ഷയോടാണ് കുറച്ചുകൂടി ചോദിക്കുന്നത്. അതായത് മെസ്സി കളിക്കുന്നത് മെസ്സിയുടെ എല്ലാം എന്ന് പറയുന്നത് ലാമാസിയും ബാഴ്സലോണയും കാറ്റലോണിയും ഒക്കെ തന്നെയാണ്. അങ്ങനെയുള്ള ആ ഒരു ടീം. അപ്പോൾ മെസ്സി എന്താണ്, അല്ലെങ്കിൽ ലാമാസിയിൽ നിന്ന് വളർന്നു വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരം അല്ലെങ്കിൽ അവരുടെ ഐക്കൺ എന്ന് പറയാവുന്നത് ലിയോണൽ മെസ്സിയാണ്. അപ്പോൾ നൗ ക്യാമ്പിന് മെസ്സിയുടെ പേര് കൊടുക്കണം എന്ന് വരെ പറയുന്ന ആളുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ലിയോണൽ മെസ്സിയാണ് ബാഴ്സലോണയുടെ എക്കാലത്തെയും വെച്ച താരം. പല താരങ്ങളെയും നമ്മൾ വിസ്മരിക്കുന്നില്ല, എന്നിരുന്നാൽ പോലും. അപ്പോൾ അങ്ങനെ ലാമാസിയെ വളർത്തിയ ഏറ്റവും വലിയ പ്രൊഡക്റ്റ് അദ്ദേഹത്തിനെതിരെ ആ ലാമാസിയിൽ മെസ്സിയുടെ കളി കണ്ട് വളർന്ന ആളുകളാണ് കളിക്കാൻ വരുന്നത്. അപ്പോൾ ഒരു 8ഓളം താരങ്ങൾ ബാഴ്സ നിരയിലെ താരങ്ങളുണ്ട്. ഒപ്പം തന്നെ വേറെ 2 താരങ്ങൾ സ്പെയിൻ ടീമിലുള്ള മറ്റ് ക്ലബിന് വേണ്ടി കളിക്കുന്ന ലാമാസിയിൽ നിന്ന് കളി പഠിച്ചു വന്ന 10ഓളം, അങ്ങനെ ആകെ 10 താരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മെസ്സിക്ക് അവരെ അറിയാം, അവർക്ക് മെസ്സിയും അറിയാം എന്നുള്ളതാണ് അവിടെ ഒരു വലിയ ക്ലാഷ് എന്തും സംഭവിക്കാന്നുള്ളത്. ഇതിപ്പം ഈ ബാഴ്സലോണ ആരാധകരുടെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ ആയിരിക്കും ആരെ സപ്പോർട്ട് ചെയ്യണം. ഒരു വശത്ത് മെസ്സി, ലിയോണൽ മെസ്സി, അതായത് ബാഴ്സയെ അവർ പ്രൈം അതിന് മുമ്പൊക്കെ തള്ളിക്കളയുന്നു. പക്ഷേ മെസ്സി ഉണ്ടാക്കിയെടുത്ത ഒരു ശൈലിയും മെസ്സി കളിച്ച ഒരു രീതിയും ബാഴ്സയിൽ അത് വ്യത്യസ്തം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് എത്തിയവർ, മെസ്സി ഉണ്ടാക്കിയെടുത്തൊരു ബേസ്, അത് കഴിഞ്ഞെത്തിയ ലെമിൻ യമാലടക്കമുള്ളവർ ഒരു വശത്ത്, മറുവശത്ത് മെസ്സി. ഇതിൽ ആരെ സപ്പോർട്ട് ചെയ്യും എന്നാണ് ഈ 2 കണ്ണുമെടുത്താൽ ഏത് കണ്ണിനോട് കൂടുതൽ ഇഷ്ടമുള്ളത് ചോദിക്കുന്ന പോലെയാണ്. സത്യം അതാണ്. അതിനേക്കാൾ വലിയൊരു നിരീക്ഷണമില്ല. പക്ഷേ ഫൈനലി വരുമ്പോ ബാഴ്സലോണ എവിടുത്തെ ടീമാണ്? സ്പെയിൻ. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. സ്നേഹം ഉണ്ടാകുമ്പോ പോലും ഞാൻ മെസ്സി കളിക്കുന്നത് അർജന്റീനയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പയ്യനോട് കുറച്ചൊരു സ്നേഹം കൂടാൻ സാധ്യത. ഞാൻ കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു വീഡിയോ കണ്ടു. ഈ സ്പെയിനിലെ ഒരു അർജന്റീന ആരാധകരുടെ ഒരു കൂട്ടം വലിയ രീതിയിലുള്ള ഒരു ബിഗ് സ്ക്രീനിൽ മുന്നിൽ നിന്ന് കളി കാണുന്നു. ഒരു ബഞ്ച് ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ ആഘോഷം. അങ്ങനെ ആളുകളുണ്ട്. അപ്പോൾ എന്തും സംഭവിക്കാം. ഈ സാർ പറഞ്ഞ പോലെ തന്നെ മൂസിനോടാണ് 2 സ്റ്റൈലുകളാണ്. എങ്ങനെയാണ് സ്പെയിൻ്റെ ശൈലിയും അല്ലെങ്കിൽ അർജന്റീനയുടെ ശൈലിയും നമുക്ക് എങ്ങനെ ആ സ്റ്റൈൽ ഓഫ് പ്ലേ ഒന്ന് വിവരിക്കേണ്ടി? ഇല്ല, അത് സ്പെയിനെ ശൈലി എടുത്ത് പറയേണ്ടത് അധികം അവർ കൂടുതൽ ബോൾ കീപ്പ് ചെയ്ത് കളിക്കുന്നൊരു യൂറോപ്യൻ ടീമാണ്. ഈ ബോൾ കീപ്പ് ചെയ്ത് കളിക്കുന്നൊരു ടീമുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഏത് അറ്റാക്കിംഗ് ടീമുകൾക്കെതിരെയും നന്നായി കളിക്കാൻ സാധിക്കും. കാരണം അവർ ബോൾ വിട്ടുകൊടുക്കില്ല. കാരണം മിഡിലിട്ട് ബോൾ അവരുടെ പരമാവധി സ്ട്രെങ്ത് വെച്ചിട്ട് ബോൾ കൂടുതൽ സമയം ചെലവഴിച്ച് ബോൾ പൊസിഷൻ പ്ലേ. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രാൻസിന്റെ താരങ്ങളന്ന് ബോൾ കിട്ടാതെ പ്രത്യേകിച്ച് ഒലീസിയെ പോലെയുള്ള ലോകോത്തര വിങ്ങർ അല്ലെങ്കിൽ അറ്റാക്കിംഗ് പ്രൈം കളി കളിച്ചു വരുന്ന ഒരാളെ ബോൾ കൊടുക്കാതെ. അത് മാത്രമല്ല, അവരുടെ ആദ്യ ഹാഫിൽ വളരെ കുറച്ച് ഷോർട്ട് ഓൺ ടാർഗറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കളി നിയന്ത്രിക്കാൻ പോകുന്ന മിഡ്ഫീൽഡ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഈ പൊസിഷൻ പ്ലേ അർജന്റീനക്കെതിരെ ഉപയോഗിക്കുമ്പോൾ അർജന്റീനൻ അറ്റാക്കിംഗ് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് മെസ്സി, അൽവാരസ്, മാർട്ടിനസ് ഈ പോലെയുള്ള താരങ്ങൾ ഇവരെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇവർ പൊസിഷൻ പ്ലേ കളിക്കുമ്പോൾ കൂടുതൽ ത്രൂ ബോൾ വരും, വിങ്ങിലേക്ക് കൂടുതൽ ബോൾ വരും. ഇത് ലമീൻ യമാലിനും അപ്പുറത്ത് മറ്റേ അലക്സ് ബിയാനക്കും കൂടുതൽ സ്പേസ് വരും. ഇങ്ങനെ കൂടുതൽ ക്രോസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് അർജന്റീനയുടെ വിങ് എന്ന് പറഞ്ഞാൽ വളരെ ദുർബലമായ വിങ്ങാണ്, പ്രത്യേകിച്ച് റൈറ്റ് വിങ്. ഈ റൈറ്റ് വിങ്ങില് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ അർജന്റീനിയൻ ഡിഫൻസ് ഏറ്റവും മോശമാണെന്ന് കാണിക്കുന്ന ഈജിപ്റ്റ് ആയിട്ടുള്ള കളിയിൽ അവിടെ ഈ അർജന്റീനയുടെ ഗോൾ പോസ്റ്റിന്റെ അടുത്തുനിന്ന് കിട്ടിയ പന്ത് കൊണ്ടാണ് കൊണ്ടുപോയി ഒറ്റയടിക്ക് അവർ കത്തി ജ്വലിച്ചു പോയി വന്ന് ഗോൾ അടിക്കുന്നത്. ഒരെണ്ണം ഫൗളായി അടിച്ച ആ ഗോൾ മനോഹരമായിരുന്നു. 4-5 അർജന്റീൻ താരങ്ങൾ സീക്വറെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അവരൊക്കെ മറികടന്നാണ്. ശരിക്കും അത് ഗോളായിട്ട് അംഗീകരിച്ചിരുന്നെങ്കിലേ മറ്റേ മർഡോണയുടെ ഗോളിന്റെ അത്രയും വരില്ലെങ്കിലും മർഡോണ 5 പ്ലെയേഴ്സിനെ വെട്ടിയാണ് ഇംഗ്ലണ്ടിനെതിരെ 86 ക്വാർട്ടറിൽ ഈ ഗോൾ അടിച്ച് രണ്ടാമത്തെ ഗോൾ. ആദ്യത്തെ പിന്നെ ദൈവത്തിന്റെ കൈയുടെ ഗോളാണ്. അത് കോൺട്രവേഴ്സിയിലായിരുന്നു. നൂറ്റാണ്ടിലെ ഗോളിന്റെ അടുത്ത് വരില്ലെങ്കിലും ഇത്രയും പേരെ വെട്ടി എത്രയും സ്പീഡിൽ പോയി ഗോൾ അടിച്ചു എന്നുള്ളത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അർജന്റീന കംപ്ലീറ്റ്ലി ഷാറ്റഡായി. യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് കമ്മിറ്റി ടീം എന്നുള്ളൊരു പേര് തന്നെ വന്നത്. ഈ ഗോള് മാത്രമല്ല, അടുപ്പിച്ച് 3 ഗോൾ ഇത് മാറ്റിക്കളഞ്ഞുകൊണ്ട് 2 ഗോൾ ലീഡ്. ഓക്കെ, ഒപ്പം തന്നെ മൂസിനോടാണ് എന്തായിരിക്കും അർജന്റീനയുടെ ഒരു സ്ട്രാറ്റജി? അതായത് സ്കലോണിയെ നമ്മൾ പാഠം പഠിപ്പിക്കേണ്ട അല്ലെങ്കിൽ കളി പഠിപ്പിക്കേണ്ട കാര്യമില്ല. എല്ലാ മത്സരങ്ങളിലും അയാളെ അണ്ടർ റേറ്റഡ് ആയി കാണുന്നു എന്നുള്ളൊരു പിഴവ്
പലപ്പോഴും ഉണ്ട്. ഭാഗ്യത്തിന് ജയിക്കുന്നതല്ല ഓരോ കളിയും. നമ്മൾ പറയും അർജന്റീന, ഇപ്പൊ ജെയിംസ് സാർ പറഞ്ഞ പോലെ പല ആളുകളും പറയും കമ്മിറ്റി ടീമാണ്, ഫിഫ ബോയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ ആരോപണം. അങ്ങനെ ജെയിംസ് സാർ ഉന്നയിച്ചതുപോലെ അങ്ങനെ ആരോപണങ്ങൾ വരുമ്പോഴും അർജന്റീനയുടെ കളിയെ കുറ്റം പറയാൻ പറ്റില്ല. അർജന്റീനയുടെ ഏറ്റവും, അതായത് എങ്ങനെ പോയാലും ഞങ്ങൾ തിരിച്ചു വരുന്ന ആ മെന്റാലിറ്റി, അതിന് വലിയ രീതിയിൽ പറയേണ്ടത്. ഒപ്പം തന്നെ അയാളുടെ ടാക്ടിക്സിനെ കുറിച്ച് എടുത്ത് പറയേണ്ടത്, ചേഞ്ചസിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. അപ്പോൾ എന്തായിരിക്കും അർജന്റീനയുടെ ഒരു സ്പെയിനെതിരെ ഇറങ്ങുമ്പോൾ അവരുടെ ഇതുവരെയുള്ള പ്രകടനം? അത് ലാസ്റ്റ് നിമിഷം ഒന്ന് കിട്ടിയാലേ ഞങ്ങൾ തിരിച്ചടിക്കും എന്നതിനപ്പുറത്ത് ഒരു സോളിഡ് ടാക്ടിക്സ് അതിന്റെ പിന്നിലുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന അർജന്റീന 3 ഗോളിന് തോൽക്കുന്നതാണ്. പക്ഷേ അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊസിഷൻ ഫുട്ബോൾ കൂടുതൽ നന്നായി കളിക്കുന്ന ഒരു ടീമാണ് സ്പെയിന്. അവർക്കെതിരെ ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ, പ്രത്യേകിച്ച് അർജന്റീനയുടെ പ്രായം കൂടിയ താരങ്ങൾ അവർക്കെതിരെ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി അവർക്ക് മറികടക്കാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ നിങ്ങളെ ഈ അർജന്റീന ഫാൻസ് സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്കലോണി ഏതൊരു വെല്ലുവിളിയും മറികടക്കാൻ സാധിക്കുന്ന ഒരു പരിശീലകനാണെന്ന് എപ്പോഴും പറയാറുണ്ട്. ഈ കഴിഞ്ഞ, ഞാൻ അത് പറയുന്നത് അതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, കഴിഞ്ഞ ലോകകപ്പിലും ഫ്രാൻസ് ആയിരുന്നു മികച്ച ടീം. പക്ഷേ കഴിഞ്ഞ ആദ്യ 70 മിനിറ്റുകളിൽ ദിദിയർ ദശാംശൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും ചിന്തിക്കാൻ തക്കവണ്ണം, അതായത് ഡീമരിയ അടുത്ത് വിങ് മാറ്റുന്നു, അതോടുകൂടി അപ്പുറത്ത് കിലിയൻ എംബാപ്പയ്ക്ക് അനങ്ങാൻ പറ്റില്ല, ബോൾ കിട്ടുന്നില്ല. ലാസ്റ്റ് ഒടുവിൽ ഡീമരിയ മാറ്റിയതോടുകൂടിയാണ് എന്തെങ്കിലും ഒരു എംബാപ്പെ അനങ്ങുന്നതും. പിന്നീടാണ് അവിടെ അർജന്റീനയുടെ പിഴവിൽ നിന്നാണ് 2 പെനാൽറ്റി വഴങ്ങുന്നു, ഒടുവിൽ അങ്ങനെയൊക്കെ ഇതാവുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സ്കലോണി അങ്ങനെ പൂർണ്ണമായും ഒരു എഴുതിത്തള്ളാൻ പറ്റുമോ എന്നുള്ള ഇതെല്ലാം ചെയ്തുകൊണ്ടേ വന്നിരിക്കുന്ന ഒരു പ്രവചനം, ഇപ്പോഴത്തെ ഇതില് ഒരു 57% സ്പെയിൻ ജയിക്കുമെന്നും ഏതാണ്ട് 43% വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ ഉള്ള എല്ലാതും വെച്ചുകൊണ്ടുള്ള കഴിഞ്ഞ 2 കളികളിലെ മറ്റേ ടാക്ടിക്സ് മറ്റേ ഇംഗ്ലണ്ടിനായിരുന്നു ഒരു സാധ്യത കൂടുതൽ. അപ്പൊ ഞാൻ പ്രവചനം വെച്ചുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പ്രവചനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ മറ്റേ യാക്ക് ഇംഗ്ലണ്ട് ഏർന്ന് താഴെ ഇറങ്ങിയിട്ടില്ല. ഹോളണ്ട് ജയിക്കുന്നായിരുന്നു. ഹോളണ്ട് മറ്റേ ക്വാർട്ടറിൽ പോലും പ്രീ ക്വാർട്ടറിൽ പോലും അതിനൊരു കാര്യമുണ്ട്, ഒരു ലക്കിന്റെ വിഷയം കൂടി ഉണ്ട്. പെനാൽറ്റി ഷൂട്ട് ഔട്ടിലാണ് നെതർലൻഡ്സ് ചിലപ്പോൾ അവിടുന്ന് ജയിച്ചു വന്നിരുന്നെങ്കിൽ കളി വേറെ ആവുമായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഇപ്പോഴും ഞാൻ. നെതർലൻഡ്സിന് ഒരു ഭയങ്കരമായിട്ട് ആ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് എത്തുകയും അതിനു മുമ്പുള്ള കളികളിലൊക്കെ അവർ നല്ല രീതിയിലാണ് ജയിച്ചു വന്നിരുന്നത്. എനിക്ക് തോന്നുന്നു സ്വീഡനെതിരെയാന്ന് തോന്നുന്നു 5-1 ജയിച്ചത്. അപ്പൊ ആ രീതിയിൽ ജയിച്ചു വന്നിട്ട് പെട്ടെന്ന് ഒരു ഇത് വന്നു, അവർക്ക് യഥാർത്ഥത്തിൽ ജയിക്കാമായിരുന്ന ഒരു കളിയായിരുന്നു കളിച്ചത്. കുറച്ചുകൂടി ഗോൾ വന്നതൊക്കെ പോലും എക്സ്ട്രാ ടൈമിലാണെന്ന് തോന്നുന്നു. എക്സ്ട്രാ ടൈം അല്ല, ഇഞ്ചുറി ഇതാണല്ലോ. ഇപ്പൊ ബെൽജിയവും സ്പെയിനും കളിച്ച കളി, ബെൽജിയം നല്ല ടീമായിരുന്നു, 2-1 ഇത് ചെയ്യുന്നത്. അപ്പൊ സ്പെയിനും അർജന്റീനയ്ക്കും ഒരു ലക്കിന്റെ എലമെന്റ് കൂടിയുണ്ട്. ചില സമയത്ത് ആ ദിവസം അവരുടേതാണെന്ന് പറയുന്ന പോലെ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആണെങ്കിലും, പ്രവചനം സ്പെയിൻ ആണെങ്കിലും, ഇത് മെസ്സിയുടെ അവസാനത്തെ ലോകകപ്പ് മത്സരമാണ്. അപ്പൊ മെസ്സിയുടെ കയ്യിലുള്ള സ്ട്രാറ്റജി ഇതുവരെ നമ്മൾ മുഴുവൻ കണ്ടിട്ടില്ലായിരിക്കും. പക്ഷെ ലാസ്റ്റ് കളിക്ക് വേണ്ടി ചില സ്ട്രാറ്റജി മാറ്റി വെച്ചിട്ടുണ്ടാവും. മെസ്സി എന്ത് കാണിക്കും, മെസ്സി മാജിക് എന്തായിരിക്കും എന്ന് നമുക്കറിയില്ല. മെസ്സിയെ പൂട്ടാൻ ഇവർക്ക് സാധിക്കുമോ? ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്, അല്ല പറഞ്ഞ ഒരു നിഗമനം വളരെ പ്രസക്തമാണ്. കാരണം കളം നിറഞ്ഞ് കളിക്കുകയും പൊസഷന്റെ കാര്യത്തിൽ മിക്കവാറും ഒരു 60-65% പൊസഷൻ സ്പെയിൻ്റെ കയ്യിലായിരിക്കും. ഇപ്പൊ അർജന്റീന ജയിച്ചാൽ പോലും. അതുകൊണ്ട് പൊതുവെ ഫേവറേറ്റ് ടീം സ്പെയിനാണ്. സത്യത്തിൽ ഈ പൊസഷന്റെ കാര്യം പറയുമ്പോൾ കേപ്പ് വെർദെക്കെതിരായ മത്സരം, സ്പെയിൻ ഈ ലോകകപ്പിൽ ഗോൾ അടിക്കാതിരുന്ന ഏക മത്സരം കേപ്പ് വെർദെക്കെതിരെയായിരുന്നു. അന്ന് പൊസഷൻ ഉണ്ടായിരുന്നു, 800 പാസ് ഉണ്ടായിരുന്നു. അവിടെയാണ് സ്പെയിന്റെ ഏറ്റവും വലിയ പോരായ്മകൾ. കാരണം അവർക്ക് സ്ട്രൈക്കർ ഇല്ല, സ്ട്രൈക്കറുടെ കുറവുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവസരമുണ്ട്, മറ്റവർക്ക് ഗോൾ അടിക്കാൻ. അർജന്റീനയുടെ ഫോർവേഡുകളും മെസ്സിയുടെ നേതൃത്വത്തിൽ അപ്പുറത്തെ ഡിഫൻസും മിഡ്ഫീൽഡും തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും നടക്കുന്നത്. കളി മിക്കവാറും ഒരു മിഡിൽ ലെവലില് കൊണ്ടെത്തിക്കാനായിരിക്കും. ഇംഗ്ലണ്ടിനെതിരെ പറയുമ്പോൾ സാധ്യതകളിൽ മുന്നിലുണ്ടായിരുന്ന ഇംഗ്ലണ്ടാണ്. അർജന്റീന വലിയ മാർജിനില്ല. ഒരു പക്ഷേ ബ്രസീൽ നേരിട്ടതുപോലെ 7-1 തോൽവി ഒരു 7-up എന്ന് വിളിക്കാമെന്ന് മോഹിച്ച് ഞാൻ പല സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റും കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അർജന്റീനയെ തകർത്തെറിയും അല്ലെങ്കിൽ ക്രാഷ് ചെയ്യും എന്ന തരത്തിൽ ഇംഗ്ലീഷ് താരങ്ങളൊക്കെ, ഇംഗ്ലണ്ടിന്റെ മുൻ താരങ്ങൾ ഗാരി നെവിൽ ആവട്ടെ, കോളാവട്ടെ, അങ്ങനെയുള്ള പല താരങ്ങളും മെസ്സിനെ ഉറക്കുന്ന പറഞ്ഞത്. അപ്പൊ ആ തരത്തിൽ വലിയ തരത്തിൽ മറ്റേ എന്താ പറയാ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു മെസ്സിയെ. അതുകൊണ്ട് മാത്രം പറയാൻ പറ്റൂ, 55 മിനിറ്റ് വരെ ഇംഗ്ലണ്ടിനായിരുന്നു മുൻതൂക്കം. പക്ഷെ പിന്നെ വന്ന കളിയില് ഇവര് വലിയുകയും ഗോള് ലീഡിൽ തൂങ്ങാൻ നോക്കിയപ്പോഴാണ്. അതേസമയം അറ്റാക്കിംഗ് ഫുട്ബോൾ ഇംഗ്ലണ്ട് കളിച്ചെങ്കിൽ, ഇംഗ്ലണ്ടിന്റെ കളി അറ്റാക്കിംഗ് ഫുട്ബോൾ ആണ്, അഗ്രസീവ് ആണ്. ഇംഗ്ലണ്ട് ആ ശൈലിയിൽ നിന്ന് മാറി പിറകിലേക്ക് ഒതുങ്ങിയപ്പോ തന്നെ മറ്റവർക്ക് ആവേശമായി.
അപ്പൊ യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ട് ശൈലി മാറ്റിയതാണ് ഇംഗ്ലണ്ട് തോൽക്കാൻ കാരണമെന്നാണ് ഒരുപക്ഷെ ഞാൻ അതൊരു കാണുന്നത്. ഓവർ കോൺഫിഡൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് മെക്സിക്കോയ്ക്കെതിരെ പ്രീ ക്വാർട്ടർ മത്സരം അത് 10 പേരായിട്ട് സെക്കൻഡ് ഹാഫിൽ 10 പേരായിട്ട് ചുരുങ്ങിയിട്ടാണ് ആ കളി ഇംഗ്ലണ്ട് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ബസ് പാർക്ക് ചെയ്തിട്ടാണ് കൃത്യമായി കൗണ്ടറിലൂടെ ഗോളും അടിച്ചു. ബസ് പാർക്ക് ചെയ്താണ് ആ കളി പിടിച്ചത്. അപ്പോൾ ചിലപ്പോൾ അതിന്റെ ഒരു കോൺഫിഡൻസ് ആയിരിക്കാം അദ്ദേഹം കോച്ചിന് ടുഷേൽ അങ്ങനെ തോന്നിയത്. ഇപ്പൊ തന്നെ അക്ഷയ് അതോടൊപ്പം തന്നെ ചോദിക്കാനുള്ളത്, ഈ മെസ്സി ഇല്ലെങ്കിൽ എന്താണ് അവരുടെ പ്ലാൻ എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇപ്പൊ ഇതുവരെ നിലവിൽ അത്ര ഒരു പ്ലാൻ ഇത്ര മത്സരങ്ങളിൽ കണ്ടിട്ടില്ല. അതായത് പിന്നിൽ പോകുന്ന സമയത്തൊക്കെ മെസ്സിയുടെ നേതൃത്വത്തിലാണ് കളി വരുന്നത്. അതായത് മെസ്സി ഗോൾ അടിക്കുന്ന മെസ്സിയെ പൂട്ടും, ആദ്യം തന്നെ പൂട്ടിക്കളയും. അതിനുശേഷം മെസ്സി പുറകിലോട്ട് ഇറങ്ങിയൊരു കളിയുണ്ട്. അത് താഴെ ഇറങ്ങി വരെ പ്രതിരോധത്തിൽ വന്ന് വരെ ബോൾ എടുത്തിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. അത് വിങ് മാറി, അത് ഈജിപ്തിന്റെ റൈറ്റ് വിങ്ങിൽ മാറി കളിച്ചു. അപ്പോൾ ഗോൾ അസിസ്റ്റ് നൽകുന്ന പ്ലേ മേക്കർ ആയിരുന്ന മെസ്സി ആയിരിക്കണം ഏറ്റവും കൂടുതൽ സ്പെയിന് പേടിക്കേണ്ടത്. അപ്പോൾ സ്പെയിൻ്റെ പ്രതിരോധ താരങ്ങളൊക്കെ എടുത്തു, പ്രത്യേകിച്ച് കുബാർസി 19 വയസ്സ് മാത്രമേ ഉള്ളൂ. ബാഴ്സയിൽ എന്താണോ കുബാർസി ചെയ്യുന്നത് അത് അതേപടി സ്പെയിൻ ജേഴ്സിയിൽ നല്ലൊരു കോമ്പിനേഷൻ. അത് നേരത്തെ ബാഴ്സലോണയിൽ ഇനിഗോ മാർട്ടിനസുമായിട്ടൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു പാർട്ണർ ഇല്ലാത്തത് ചാമ്പ്യൻസ് ലീഗിലൊക്കെ ബാഴ്സയ്ക്ക് ഒരു പോരായ്മയായിരുന്നു. അപ്പോൾ കുബാർസിക്ക് ലപ്പോർട്ട് എന്ന അത് എക്സ്പീരിയൻസ് ആയിട്ട് ഒരു പ്ലെയറിനെ കിട്ടിയത് ആ കോമ്പോ ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ വിങ് ബാക്സും ഏറ്റവും ഗംഭീരമായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് ആദ്യം അവർ ലോറൻഡയെ പരീക്ഷിച്ചു, അങ്ങനെ പലതും പാളിയെങ്കിൽ പോലും ഒടുവിലാണ് അവർക്ക് കൃത്യമായി ഈ പെഡ്രോ പോറോയെ പോലെ ഒരു നല്ലൊരു താരത്തെ കിട്ടുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ കുക്രയ, അത് ഈ ലോകകപ്പിലെ ഏറ്റവും അത്ഭുതമാണ്. പലപ്പോഴും ഇത്രയും വർക്ക് റേറ്റ് ഉള്ള താരങ്ങളെ ഗോളടിക്കുന്നവരെയോ ഇല്ലെങ്കിൽ മറ്റേ ആ തരത്തിലുള്ള അവാർഡുകൾ കൊടുക്കും. മികച്ച ഗോളിക്ക് അവാർഡുണ്ട്, ഇല്ലെങ്കിൽ മികച്ച യുവതാരത്തിലുള്ള അവാർഡുണ്ട്. ഈ ലെഫ്റ്റ് ബാക്കിനോ അല്ലെങ്കിൽ മറ്റോ ഒന്നും അവാർഡ് ഇല്ല. സത്യത്തിൽ അതൊരു പോരായ്മയാണ്. അല്ലെങ്കിൽ ഒരു ഡിഫൻഡർക്ക് അവാർഡ് ഇല്ലാത്തത്. കുക്രയുടെ വർക്ക് റേറ്റ് ഒക്കെ വളരെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം റയൽ മാഡ്രിഡ് അടുത്ത സീസൺ മുതൽ റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുകയാണ്. അപ്പോൾ ജോസെ മൊറീനോ റയലിൽ എത്തിയപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം കുക്രയെ വേണമെന്നാണ്. കാരണം നമുക്കറിയാം റയലിന് ഒരു വിങ് ബാക്ക് പ്രശ്നങ്ങളുണ്ട്. കുക്രയെ മറ്റൊരു എന്താ പറയുക, മറ്റൊരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വരെ പോയിട്ട് കുക്രയെ റയൽ റാഞ്ചണമെങ്കിൽ അത്രയും എബിലിറ്റി ഉള്ള, അല്ലെങ്കിൽ അത്രയും അവരുടെ ഏരിയൽ ബോൾ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ എതിർ ടീമിന്റെ അറ്റാക്കിങ്ങിനെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ലെഫ്റ്റ് ബാക്ക് ആണ് എന്ന് ലോകത്തെ ഏറ്റവും മികച്ച പരിശീലകർക്ക് പ്രൊഡക്റ്റ് ആണ്. അത് ഓർക്കണം. അതായത് ലാമാസിയയിലെ പ്രൊഡക്റ്റ് ആണ്, ബാഴ്സലോണയിൽ നിന്നുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു താരം റയലിലേക്ക് പോകുന്നത് അടുത്ത സീസണിൽ വലിയ വിമർശനങ്ങൾ ബാഴ്സ ആരാധകരുന്നു. പക്ഷേ അതിനൊരു റീസൺ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഫൈനലിൽ മെസ്സി കുക്രയ ഒരു യുദ്ധം കാണാൻ സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞൊരു പോയിന്റ് വളരെ പ്രസക്തമാണ്. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം മെസ്സിക്ക് ഇനി ഗോൾ അടിക്കണമെന്നില്ല. മെസ്സിക്ക് 8 ഗോളായി, 4 അസിസ്റ്റായി. ഇനി ഹാട്രിക് അടിച്ച് മറ്റേ സ്പെയിനിൽ നിന്നുള്ള താരം വരണം. 5 ഗോള് പുള്ളിയുടെ പേരിലുണ്ട്. അല്ല, ഈ എംബാപ്പയ്ക്ക് ചാൻസ് ഉണ്ട് കേട്ടോ. അല്ല, എംബാപ്പെ പോയല്ലോ. ഗോൾ അടിച്ചാൽ സ്വാഭാവികമായിട്ടും പ്രശ്നമാവും. 8-8 നിൽക്കാണ്. അസിസ്റ്റുകളുടെ കാര്യത്തിൽ മെസ്സി ഇപ്പോ ഒന്നിൽ മുന്നിലാണ്. എംബാപ്പെ ഗോൾ അടിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മെസ്സിക്ക് ഒരു ചാൻസ് നിൽക്കുകയാണ്. പിന്നെ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഗോൾഡൻ ബൂട്ട് കിട്ടുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് അർജന്റീനയെ വീണ്ടും മെസ്സിയുടെ വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലാ കാലത്തും പിന്നെ അവിടെ ജയിക്കുകയാണെങ്കിൽ മറ്റേ തുടർച്ചയായി 2ാം തവണ അർജന്റീന ലോകകപ്പ് കിരീടം നേടുന്നു എന്നുള്ളത് നേരത്തെ ബ്രസീല് ആണ് അങ്ങനെ ആദ്യമായിട്ട് ജയിക്കുന്നത്. 1958-ലും 62-ലും. അതിന് മുമ്പ് ഇറ്റലി. അപ്പൊ നമ്മളൊക്കെ ഉള്ള കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന 58-62 പെലെയുടെ ഒരു കാലഘട്ടത്തില് ബ്രസീൽ ജയിച്ചു വരുന്നതാണ്. അർജന്റീനയ്ക്ക് അങ്ങനെ ഒരു നേട്ടം കൈവരിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഫ്രാൻസിന് അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു, പക്ഷെ ഫ്രാൻസിന് അത് നേടാനായില്ല. അർജന്റീനയ്ക്ക് അത് സാധിക്കുമോ എന്നുള്ള ചോദ്യം കൃത്യമായിട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ടീം കെമിസ്ട്രി ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ടീമുകൾക്കെല്ലാം ലോകകപ്പിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കാറുണ്ട്. അപ്പൊ അർജന്റീനയുടെ ടീം കെമിസ്ട്രി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ട് അവർക്ക് ബ്രില്യൻസ് കുറവാണെങ്കിൽ പോലും അവരുടെ ടീം കെമിസ്ട്രി മൂലം അതെ അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട പല കളിക്കാരും ക്ലബിന് വേണ്ടി വലിയ കളികളൊന്നും കളിക്കാത്ത ആൾക്കാർ പ്ലേയേഴ്സ് ആണ്. പക്ഷെ അവർ ആ ജേഴ്സി ഇട്ട് വരുമ്പോൾ എന്തോ ഒരു സാധാരണ മോട്ടിവേഷൻ പ്രത്യേകത അതിന് ഇത്രയും ഒരു ഭയങ്കര ഗ്ലാമറസ് എന്നുള്ള രീതിയിലാണ് അർജന്റീന എവിടെയും വരുന്നത്. പിന്നെ അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള പാട്ടുകളും അവർക്ക് വേണ്ടിയുള്ള അവരുടെ ശരിക്കും പറഞ്ഞ ഫാൻസാണ് അവരുടെ ഏറ്റവും വലിയ അർജന്റീന എന്നുള്ള വിളികളും എല്ലാം വന്നിട്ട് ഒരു മാസ്മരികമായത്. അത് സ്പെയിനിന് അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് മെസ്സി എന്നൊരു വികാരം അവിടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതായത് പലപ്പോഴും താരങ്ങൾ പറഞ്ഞത് റൊമേറോയുടെ ഒരു ബൈറ്റ് ഉണ്ടായി. അതായത്
മെസ്സിയോട് ചോദിക്കുവാണ്, അടുത്ത ഈ ലോകകപ്പ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നേടിത്തന്നാൽ കുറച്ച് വർഷങ്ങൾ കൂടി 2 കൊല്ലം കൂടി കളിക്കും. 2 കൊല്ലം കൂടി ഞങ്ങളോട് കളിക്കട്ടെ എന്നൊരു താരം അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പൊ അതിലുണ്ടല്ലോ അതായത് കഴിഞ്ഞ മത്സരത്തിൽ മെസ്സിനി വിടവാങ്ങാതെ വീണ്ടും കളിക്കുമോ? മെസ്സി ഒരു പുഞ്ചിരിയാണ് മറുപടി മറുപടി. അതായത് സിമിയോണി, അതായത് നമ്മുടെ ജൂലിയാനോ സിമിയോണി പറയുന്നുണ്ട്, മെസ്സിക്ക് കരഞ്ഞുകൊണ്ടാണ് കേട്ടോ പറയുന്നത്, അതായത് ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയാണ് കളിക്കുന്നത്. അതായത് രാജ്യത്തിന് വേണ്ടി കളിക്കുന്നതിനപ്പുറം പേര് എടുത്തു പറയാണ് മെസ്സിക്ക് വേണ്ടിയിട്ട്. അത് എൻസോ ആവട്ടെ എല്ലാവരും. അത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ സമീപകാലത്ത് മെസ്സി ഏതെങ്കിലും ഒരു പ്ലെയർ വന്ന് ഫൗൾ ചെയ്താൽ അപ്പോൾ ഒരു കടന്നൽ കൂടെ ഇളകിയ പോലെ വരുന്നു, അടിക്കുന്നു. അതിൽ തന്നെ ഡീപോളിന്റെ കാര്യം എടുത്ത് പറയേണ്ടത്, ഡീപോളിനെ പറയുന്ന വിശേഷിപ്പിക്കുന്ന പേര് തന്നെ മെസ്സിയുടെ പേഴ്സണൽ ബോഡി ഗാർഡ് എന്ന തരത്തിലാണ്. വേറെ അമേരിക്കയിൽ മറ്റേ ആളുടെ പേരെന്തായിരുന്നു, പുറത്തുള്ള ഒരു ബോഡി ഗാർഡ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അവിടെയാണ് യാസിൻ പേര് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇത്ര നേരം മെസ്സിയെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഈ ലോകകപ്പില് നമ്മളെല്ലാം സൂപ്പർ താരങ്ങളായിട്ടുള്ള 2-3 പേരെ കരുതിയിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ, ലമീൻ യാമല് എന്തായാലും ഫൈനലിലെത്തി. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ലാസ്റ്റ് മാച്ചില് അദ്ദേഹം ഇപ്പൊ മെസ്സിയെ പ്രൊട്ടക്ട് ചെയ്യാൻ താരങ്ങളൊക്കെ നിൽക്കുന്നു. പക്ഷെ റൊണാൾഡോയുടെ കാര്യത്തിൽ റൊണാൾഡോയ്ക്ക് പന്തെത്തിച്ചു കൊടുക്കുന്നതിലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതിലും പോർച്ചുഗൽ താരങ്ങൾ വളരെ പിറകിലായിരുന്നു. മാത്രമല്ല അത് ബോധപൂർവമാണോ എന്ന് സംശയിക്കുന്ന തരത്തിലായിരുന്നു. അവസാനം എന്നെ ഈ ലോകകപ്പിൽ ഏറ്റവും സങ്കടപ്പെടുത്തിയത് ഈ എന്താ പറയുക, മെസ്സിയെ പോലെ തന്നെ സൂപ്പർ താരമായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ അവസാന മത്സരത്തിൽ തോറ്റു പോകുമ്പോൾ, കണ്ണീരോടെ പോകുമ്പോൾ ഒന്ന് വന്ന് ആശ്വസിപ്പിക്കാൻ പോലും ഒരു സഹതാരങ്ങൾ തയ്യാറായില്ല. അയാൾ വളരെ ആ ഒരു കണ്ണീരായിരിക്കും ഒരു പക്ഷേ ഈ ലോകകപ്പിലെ വലിയ കണ്ണീരായിട്ട്. കാരണം പട്ടിണിയിൽ നിന്ന് വന്നു, ലോകം അത് കഴിഞ്ഞ് വലിയ ഫുട്ബോളറായി, വലിയ കോടീശ്വരനായി. ഇപ്പോൾ പാവങ്ങളെ ഒരുപാട് സഹായിക്കുന്ന കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഫുട്ബോളർ എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നിർവചനം പറയുകയാണെങ്കിൽ മെസ്സിയേക്കാൾ അനുകമ്പയുടെ ഇതായിട്ട് കാണുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അല്ല, വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ റൊണാൾഡോയ്ക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു താരം പോകുമ്പോ ഒരു നമ്മൾ സാധാരണ അതുപോലും കൊടുക്കാതെ റൊണാൾഡോ ഉണ്ടാവുന്നത് തന്നെയാണ് അവരുടെ പുതിയ കോച്ച് പറയുന്നത്. അപ്പോൾ പ്ലാനിലുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം മിക്കവാറും അടുത്ത യൂറോ കപ്പിൽ ഇനി കളിക്കില്ല എന്നാണ് കഴിഞ്ഞ പറഞ്ഞത്. ലോകകപ്പിലല്ല, യൂറോ കപ്പിൽ ചിലപ്പോൾ അങ്ങനെ ഒരു താരം ഇറങ്ങിപ്പോകുന്നത്. അതേസമയം റൊണാൾഡോയ്ക്ക് ആ തരത്തിൽ പോണ്ടി വന്നു. കിലിയൻ എംബാപ്പെ ഫൈനലെത്താതെ പോയി. മറ്റേ ഇയാള് ലമീൻ യമാല് വന്നെങ്കിൽ ഒരു ഗോളേ അടിച്ചിട്ടുള്ളൂ. ഇത്തവണ ഗോൾ അടിക്കലല്ല ഡ്യൂട്ടി. അതായത് അദ്ദേഹത്തിന് കളം നിറഞ്ഞ് കളിക്കുക, അതായത് കളം നിറഞ്ഞ അസിസ്റ്റുകളും കുറവാണ്. പക്ഷെ അതായത് ഇത്തവണ ഗോളിലേക്കുള്ള വഴിയൊരുക്കലുകൾ, അതായത് നിറഞ്ഞു കളിച്ച് ബാക്കി എല്ലാവരെയും ഡിഫൻസ് സ്പ്ലിറ്റ് ചെയ്യുക, അവിടേക്ക് കൊണ്ടുപോകുക, അപ്പം കൊടുക്കുക, അവിടെ ഒയാസവാലോ അല്ലെങ്കിൽ ഡാനി ഒൽമയോ ആരെങ്കിലും വരിക. ഇപ്പോൾ ലാസ്റ്റ് മൈക്കൽ മൊറേനെ പോലെ സൂപ്പർ സബുകൾ. സത്യത്തിൽ സ്പെയിൻ അങ്ങനെ പറയേണ്ടി വരുമോ? സ്പെയിനെ മറ്റേ ഈ പറഞ്ഞ പോലെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് സ്പെയിന്റെ കാര്യങ്ങളിൽ പറയാൻ പറ്റുമോ? എല്ലാ കളികളിലും എതിരാളികൾ മോശമായിരുന്നു. അവസാന മിനിറ്റുകളിൽ അങ്ങനെ കടന്നുകൂടി എന്നും കൂടി അവന്റെ സ്പെയിന്റെ കാര്യത്തിൽ ഞാൻ കരുതുന്നത്. കാരണം സ്പെയിൻ കുറച്ചും കൂടി എന്താ പറയാ, കുറച്ചുകൂടി പ്രയാസപ്പെട്ട് കളിച്ചത്, കുറച്ച് ബുദ്ധിമുട്ട് കളിച്ചത് ബെൽജിയമായുള്ള മത്സരമാണ്. കാരണം അന്നത്തെ മത്സരത്തിൽ ബെൽജിയത്തിന്റെ ഡിഫൻസ് സ്പെയിന്റെ പല ത്രൂ ബോളുകളും തടയുന്നുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥ ഫൈനലിൽ എത്തുമോ എന്നാണ് ഞാൻ ആകാംക്ഷയുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇവരുടെ ഈ ഡിഫൻസ് ഒട്ടമെന്റിയെ പോലെയുള്ള താരങ്ങൾക്ക്, ഇവരുടെ എല്ലാം ഈ പറഞ്ഞ ഹൈറ്റ് കൂടുതലുള്ള താരങ്ങൾക്ക് കൂടുതൽ ഇവരുടെ എല്ലാം കൃത്യമായിട്ടുള്ള പന്തുകൾ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് മെസ്സി അല്ലെങ്കിൽ അവരുടെ എൻസോ ഫെർണാണ്ടസിന്റെ ലോങ് റേഞ്ച് ഷോട്ടുകളെല്ലാം ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഈ കുബാസിയെ പോലെയുള്ള താരങ്ങൾക്ക് തടയാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ അപ്പോഴും ഡിഫൻസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ചില മുൻതൂക്കങ്ങളുണ്ട്. പ്രത്യേകിച്ച് അവരുടെ വിങ് ബാക്കുകൾ കുറച്ച് സ്ട്രോങ് ആണ്, ഡിഫൻസീവ് മിഡ് കുറച്ചും സ്ട്രോങ് ആണ്, അറ്റാക്കിംഗ് മിഡ് കുറച്ചും സ്ട്രോങ് ആണ്, അവരുടെ റൈറ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്ങും സ്ട്രോങ് ആണ്. ഗോൾ അടിക്കാൻ ഒരു അതെ, അവിടെ ഒരു സ്ട്രൈക്കർ ഇല്ല എന്നുള്ള പോരായ്മ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് ഇംഗ്ലണ്ടിനെതിരെ അർജന്റീന എടുത്ത അതേ പരീക്ഷണം തന്നെയായിരിക്കും സ്പെയിനെതിരെ എടുക്കാൻ സാധ്യത. കാരണം കൂടുതൽ ലോങ് ബോൾ അടിച്ച് ഹെഡ് ചെയ്ത് ഗോളാക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ഗോൾ അങ്ങനെയാണ് പറഞ്ഞത് ഇംഗ്ലണ്ടിനെതിരെ മത്സരത്തിൽ 6 താരങ്ങൾക്ക് മുകളിലൂടെ. പിന്നെ ഒറ്റ കാര്യം കൂടി, ഇതൊക്കെ പറഞ്ഞെങ്കിലും മെസ്സി ഗോൾ അടിച്ച് അർജന്റീന ലോകകപ്പ് നേടുകയാണെങ്കിൽ ഒരു പക്ഷേ പെലെയുടെയും മറഡോണയുടെയും ഒരു ലെജൻഡറി ഇതായിട്ടുള്ള അവസ്ഥയെ പോലെ ഒരുപക്ഷെ മെസ്സി കടന്നേക്കാം. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫുട്ബോളർ എന്നുള്ള പേരിലേക്ക് മെസ്സി എത്തിയേക്കാം എന്നുള്ള ഒരു ഇത് കൂടി എനിക്ക് വിലയിരുത്തലുണ്ട്. കാരണം പെലെ കളിച്ചിരുന്ന കാലത്തെ ഫുട്ബോൾ അല്ല ഇപ്പോൾ. പെലെയുടെ കാലത്തെ ഫുട്ബോൾ ഇത്രയും വേഗതയില്ല. എന്ന് വെച്ചാൽ ആ കാലത്ത് 17 വയസ്സുകാരൻ വന്ന് കളിച്ചു എന്നുള്ളത് വലിയ മാന്ത്രികത തന്നെയാണ്. പെലെയ്ക്ക് ശേഷം വന്ന് മറഡോണയുടെ കാലത്തും ഇത്രയും സ്പീഡിലേക്ക് ഫുട്ബോൾ എത്തിയിട്ടില്ല. മറഡോണയുടെ ഒരു ഇതുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു
ഇതില് മെസ്സിക്ക് അർജന്റീനയെ കപ്പിലെത്തിക്കാമെങ്കിൽ മറഡോണയേക്കാൾ കൂടുതൽ ബുദ്ധിപരമായിട്ടും സ്ട്രാറ്റജിയുടെ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന താരം എന്നൊരു പക്ഷേ മെസ്സിയെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം മറഡോണയുടെ ഗോളുകൾക്കൊക്കെ പറഞ്ഞ പോലെ അങ്ങ് കുത്തിക്കേറി വന്ന് ഗോളടിക്കുകയായിരുന്നു. ഭയങ്കരമായിട്ട് സ്ട്രാറ്റജിക് ആയിട്ട് പെരുമാറി എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഒരു കരുത്താണ്, കരുത്തിന്റെ പുറത്താണ്. അല്ലെങ്കിൽ എല്ലാവർക്കും പന്തിട്ട് കൊടുത്ത് അങ്ങനെയല്ലല്ലോ. മെസ്സി അങ്ങനെയല്ല, മെസ്സി കളിക്കുകയും കളിപ്പിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ മെസ്സിക്ക് മാത്രം ഒരു 10 സെക്കൻഡ് അധികം ചിന്തിക്കാൻ കിട്ടുന്നുണ്ട് എന്നൊരു കഴിഞ്ഞ ദിവസം ഒരു നിരീക്ഷണം ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ അതുപോലെ അപ്പോൾ എന്തായാലും ഇതാണ് അവസ്ഥ. നമ്മൾ ഫൈനലിലേക്ക് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് രണ്ട് ടീമുകളുടെയും പ്രധാന ശക്തികൾ. മുമ്പേ ഓരോരുത്തർ ആര് ജയിക്കും എന്നുള്ളത് കൂടി പറഞ്ഞാൽ, അപ്പോ മൂസിന് ആദ്യം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു 3-0 അർജന്റീന തോൽക്കും, സ്പെയിൻ ചാമ്പ്യൻ. എനിക്ക് പറയാനുള്ളത്, കാരണം എന്റെ പ്രവചനങ്ങൾ ഈ ലോകകപ്പിൽ അടപടലം പാളിയ ഒരാളാണ്, പോൾ നീരാളിയുടെ ഓപ്പോസിറ്റ് വന്ന ഒരാളാണ്. പക്ഷെ കാരണം നമ്മള് പലപ്പോഴും പ്രവചനങ്ങൾ ലിസ്റ്റ് ഇതുവരെയുള്ള അവരുടെ മാച്ചസ് അല്ലെങ്കിൽ അവരുടെ കടലാസിൽ എത്രത്തോളം കരുത്തരായ താരങ്ങളുണ്ട്, ഇതെല്ലാം അല്ല പ്രവചനങ്ങൾക്ക് പലപ്പോഴും അത് നമ്മുടെ ഒരു രസത്തിന് നമ്മുടെ ചില പ്രവചനങ്ങൾ നമ്മുടെ മനസ്സിൽ ചിലത് ഇൻഡ്യൂഷൻസ് ആവും, നമ്മൾ ചില ഇഷ്ടങ്ങളിൽ നിന്ന് നമ്മുടെ. ഞാൻ ഈ നോർവേ ബ്രസീൽ മത്സരത്തിൽ ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ബ്രസീൽ വരുന്നതാണ്. അതിന്റെ കാരണം കഴിഞ്ഞ മത്സരത്തിൽ ജപ്പാനെതിരെ കളിച്ച കളി നല്ല കളിയായിരുന്നു. അപ്പോൾ ബ്രസീൽ നോർവേ പോലെ ഒരു ടീമിനെതിരെ പൊട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു. ഞാൻ ഇംഗ്ലണ്ട് അർജന്റീന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഏകപക്ഷീയമായി ജയിക്കുമെന്ന് വിചാരിച്ച കാരണം ഞാൻ പറഞ്ഞ 7 ആൾക്കാരുടെ കൂട്ടത്തിൽ എന്റെ വൈഫുമായിട്ട് അക്കാര്യത്തിൽ ഒരു ബെറ്റ് കൊടുക്കണം. എന്റെ വൈഫ് കടുത്ത അർജന്റീന ആരാധകയാണ്. അപ്പൊ ഞാൻ അവളോട് എപ്പോഴും പറയാറുണ്ട്, ഒരു പുസ്തകത്തിന്റെ പേരിലായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട് അർജന്റീന ഒരു ബിലോ ആവറേജ് ടീമാണ്. അർജന്റീനക്ക് വലിയ ടീമുകൾക്കെതിരെ മത്സരിക്കുമ്പോൾ അതിന് പ്രയാസപ്പെടും, ബുദ്ധിമുട്ടും. വലിയ ഗോളിനെ തന്നെ 2014 ജർമ്മനിയോട് തോറ്റ പോലെ അർജന്റീന തോൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ അർജന്റീന ജയിക്കണമെന്ന് തന്നെ ആഗ്രഹത്തിൽ നിന്നുകൊണ്ടാണ് ഞാനും നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും മെസ്സിയുടെ വലിയ ആരാധകനായ അർജന്റീനയുടെ ആരാധകനായിരുന്നില്ല. പക്ഷെ സ്പെയിനെ എഴുതിത്തള്ളാനാവുന്നില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയാം, അർജന്റീന ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അത് ഞാൻ നേരത്തെയും പറഞ്ഞു, മനസ്സ്. കാരണം നെതർലൻഡ്സ് ആയിരുന്നു എന്റെ ടീം, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. പിന്നെ അർജന്റീനയാണ്, കാരണം അർജന്റീന എന്നും എനിക്ക് ഇഷ്ടപ്പെട്ട ടീമാണ്. മറഡോണ മുതലേ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഇതാണ്. ഇപ്പൊ മെസ്സി വന്നപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഒരു വളരെ നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ സ്പെയിൻ കപ്പ് കൊണ്ടുപോകുമെന്നാണ് എന്റെ മനസ്സ് പറഞ്ഞത്. അക്ഷയ്ക്ക് ഒരു അവസരമുണ്ട്, എനിക്കൊപ്പം ചേരുന്നോ അതോ അപ്പൊ 2-2. അത് ഞാൻ അർജന്റീന ജയിക്കുന്നതിൽ മെസ്സി അവസാനം ജയിച്ച് ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ ഒരു മനസ്സ് പറയുന്നു സ്പെയിൻ 2010 സ്പെയിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലേക്ക് ലാസ്റ്റ് കളികളിൽ കയറി വരുന്നതായിട്ട് കാണുന്നു. അന്നത്തെ ഇതില് അവരുടെ പൊസിഷൻ, അവർ പോകുന്ന അവരുടെ ഓരോ നീക്കവും. ഇപ്പൊ ഹോളണ്ട് ബെസ്റ്റ് ടീമായിരുന്നു അന്ന്, ഹോളണ്ടിനെ തോൽപ്പിച്ചാണല്ലോ കപ്പെടുക്കുന്നത്. പിന്നെ പറയാനുള്ളത്, ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങൾ ചില ടീമുകളുടേതായി മാറും, ചില ദിവസങ്ങൾ ചില താരങ്ങളുടേതായി മാറും. അപ്പോൾ ഫൈനലാണ്, നമുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ ലോകകപ്പ് തന്നെ ഫ്രാൻസിന്റെ വലിയ ടീമായിരുന്നു, അർജന്റീന ജയിച്ചു. അത് ലീഗുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്രതീക്ഷിതമായിട്ട് ചില ടീമുകൾ സമനില പിടിക്കും. ഇപ്പൊ ഈ ലോകകപ്പിൽ തന്നെ പല ടീമുകൾ, ഇപ്പൊ ഈ ഫൈനലിൽ കളിക്കുന്ന സ്പെയിൻ ആദ്യ മത്സരത്തിൽ സമനില കുടുങ്ങി. അത് താരതമ്യേന ദുർബലമായ ഒരു ടീമിൽ നിന്നിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ന് പറയുന്നത് ഈ ലോകകപ്പിൽ ആദ്യമായി വരുന്നു, അവരെ ഒരു തരത്തിലും പ്രതീക്ഷിച്ചില്ല അവരെന്തെങ്കിലും ചെയ്യുന്നത്. അവരെ അർജന്റീന അടക്കം വിറപ്പിച്ച്. പിന്നെ ഒരു കാര്യമുണ്ട്, അർജന്റീന എനിക്ക് കളി തുടങ്ങി ലോകകപ്പിലെ കഴിഞ്ഞ പ്രാവശ്യം കളി തുടങ്ങിയപ്പോ ആദ്യത്തെ കളി സൗദിക്കെതിരെ തോറ്റു, സൗദി അറേബ്യക്കെതിരെ. അവര് പിന്നെ ജയിച്ചു പോയാണ് കപ്പ് നേടിയത്. അപ്പൊ ആദ്യത്തെ കളി 2010 അങ്ങനെയായിരുന്നു. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മള് അത് ഈ ഒരു ദിവസത്തെ കളി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ചിലൊരു ഫോമില് ഈ അർജന്റീനയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഓരോ കളിയിലും അവര് കയറി വരുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ ചില ദിവസങ്ങളിൽ ചില മിസ്റ്റേക്കുകൾ വലിയ പരീക്ഷകളുടെ ഭാഗത്ത് സംഭവിക്കും. മാത്രമല്ല, ഈ നോർവേക്കെതിരായ മത്സരത്തിൽ ബ്രസീലിന് അഞ്ചലോട്ടിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അറ്റാക്കിംഗ് മിഡിൽ, ഇതുവരെ കളിക്കാത്ത അറ്റാക്കിംഗ് മിഡിൽ മാർട്ടിനെല്ലിയെ പോലെ ഒരു താരത്തെ ഇറക്കിക്കൊണ്ട് ആ ഒരു മിഡിൽ കൂടുതൽ സ്പേസ് കൊടുത്ത് ഹാൾഡിനെ പോലെയുള്ള താരങ്ങൾക്ക് ഗോൾ അടിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. കാരണം അത്ര വലിയ പരിശീലകർക്ക് പോലും ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ അതെ വലിയ മിസ്റ്റേക്കുകൾ ചിലപ്പോൾ അവർ വിചാരിക്കുന്ന ഇതൊക്കെ ചിലപ്പം കളിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന തരത്തിലായിരിക്കും. പക്ഷെ
അത് വലിയ വലിയ ബ്ലണ്ടറിലേക്ക് ചിലപ്പം നീങ്ങാൻ സാധ്യതയുള്ള. അപ്പൊ അക്ഷയുടെ പ്രവചനം 2-1 അർജന്റീന ജയിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് എന്തായാലും അവസ്ഥ. അപ്പൊ സ്പെയിൻ 2-1 ജയിക്കുന്നു. അപ്പൊ 3-0 3-0 അഥവാ ഇനി സ്പെയിൻ സമനില കാര്യങ്ങൾ പോയാൽ പിന്നെ പെനാൾട്ടി. അത് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകുമ്പോൾ അവിടെ എമിലിയാനോ മാർട്ടിനസ് ഉണ്ടെന്നതാണ് അർജന്റീനയുടെ. എമിലിയാനോ കഴിഞ്ഞ കുറെ കാലമായിട്ട് വളരെ ഫോം ഔട്ട് ആണ്. അത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഗോളുകൾ വാങ്ങിക്കൂട്ടുന്ന ഒരു ഗോൾ കീപ്പറാണ്. പക്ഷേ ടീം നോക്കണം. ടീം നോക്കാമെങ്കിലും അദ്ദേഹത്തിന് പ്രായം, അതായത് ഇതുവരെ എമിലിയാനോ മാർട്ടിനസ് ഷൂട്ടൗട്ടിൽ കീഴടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ കോപ്പ അമേരിക്കയിൽ കഴിഞ്ഞ ലോകകപ്പിൽ ഒക്കെ തന്നെ പെനാൽറ്റി എന്ന് പറഞ്ഞ ലക്കാണ്. മെസ്സിയെ പോലെ ഇത്രയും ലോകോത്തര താരം 2 പെനാൽറ്റി നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്തെ ഒരു മൂവ്മെന്റ് ആണ്. ഗോളി ഡൈവ് ചെയ്യുന്നത്, പുള്ളി അടിക്കുന്നത് ഒരേ ഇതിലേക്ക് ആയിപ്പോയി. മറ്റു പുള്ളിയെ പോയെന്ന് അറിയാം, എത്ര കളികൾ കളിച്ച മെസ്സിക്ക് പോലും തെറ്റുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പെനാൽറ്റി മിസ് ചെയ്തു. അതുകൊണ്ട് പെനാൽറ്റി വെച്ചിട്ട് പറയാൻ പറ്റില്ല. പെനാൽറ്റി വെച്ച് നോക്കുമ്പോൾ സ്പെയിനിൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഉനായ് സിമോൺ സ്പെയിനിന്റെ കുപ്പായത്തിൽ വളരെ മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു ഗോൾ കീപ്പർ. അവരുടെ ഷോർട്ട് സ്റ്റോപ്പർ ആണെന്ന് തോന്നുന്നു. അവരുടെ ഡേവിഡ് റൈയും ഗാർഷിയെല്ലാം 2ാം ഗോൾ കീപ്പറാക്കി മാറ്റാൻ തന്നെ കാരണം ഇദ്ദേഹത്തിന്റെ അപാരമായ ഫോമാണ്. ഒറ്റ ചോദ്യം കൂടി, ഈ മെസ്സി ഏതായാലും ലോകകപ്പിൽ നിന്ന് പോകുന്നത് തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. എങ്കിൽ ആരായിരിക്കും അടുത്ത താരരാജാവ്? കിലിയൻ എംബാപ്പെ ആയിരിക്കോ? അത് ഒരു വലിയ ചോദ്യമാണ്. അതിന്റെ ഉത്തരം കൂടിയായിരിക്കും ഈ ഫൈനലിൽ വരാൻ പോകുന്നത്. ഒരു പക്ഷേ ലെമീൻ യമാൽ കിരീടം നേടുകയാണെങ്കിൽ, എംബാപ്പെ ഓൾറെഡി കിരീടം നേടിയതാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ലെമീൻ യമാലിന് കിട്ടുന്ന, അതായത് എംബാപ്പെ ഉണ്ടാക്കി വെച്ചതാണെന്ന് ഞാൻ പറയും. കാരണം അത്യാവശ്യം എല്ലാവരെയും വെറുപ്പിക്കാവുന്ന കാര്യങ്ങൾ ടീമിനകത്തും പുറത്തും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെമീൻ യമാലിന് പക്ഷെ അത്രത്തോളം ഹേറ്റേഴ്സ് ഇല്ല. അപ്പോൾ പലപ്പോഴും ഈ രാജാക്കന്മാരെ അല്ലെങ്കിൽ അടുത്ത ഇതിഹാസങ്ങളെ നിർണ്ണയിക്കുന്നതിൽ അവരുടെ കളിമികവിനൊപ്പം തന്നെ ഈ ക്യാരക്ടേഴ്സ്, ഫാൻ ബേസ് എല്ലാ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലെമീൻ യമാലിനും ഇത് സുവർണാവസരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിനും പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം ഇപ്പൊ നല്ല നടപ്പിലാണെന്നാണ് പലപ്പോഴും മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഹാലൻഡിന്റെ ടീം ഒരു പ്രശ്നം തന്നെയാണെന്ന് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ബിഗ് ടീംസിനൊപ്പം, ബിഗ് ക്ലബ്സിനൊപ്പം കളിക്കുന്നവർക്കാണ് എപ്പോഴും ഈ ബാലൻഡോർ വിൻ ചെയ്യാനും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. അപ്പോൾ പക്ഷെ പറയാൻ പറ്റില്ല. എന്തായാലും ഹാലൻഡ് ഗോൾ അടിയന്ത്രത്തിനപ്പുറത്തേക്ക് അദ്ദേഹം വളർന്നു വരട്ടെ എന്ന് വിചാരിക്കുന്നു. നോർവേ ചിലപ്പോൾ മൊറോക്കോയെ പോലെ അടുത്ത ലോകകപ്പിൽ വലിയ എന്തായാലും ഈ ലോകകപ്പിൽ അദ്ഭുത സംഘം, കറുത്ത കുതിരകൾ എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു സംഘമായി പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ഗോൾക്കാനോയുടെ സ്പെഷ്യൽ ടോക്ക് അവസാനിപ്പിക്കുന്ന സമയം കുറച്ചാണെങ്കിൽ പോലും നമ്മൾ ഈ 2 ടീമുകളെ കുറിച്ചും വിശദമായി പറഞ്ഞു എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ധാരാളം കാര്യങ്ങൾ വന്നിട്ടുണ്ട്, പ്രതീക്ഷകൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കാത്തിരിപ്പാണ് എന്തായാലും ആ സ്വപ്ന ഫൈനലിനായിട്ടുള്ളത്. ഞായറാഴ്ചയാണ് മത്സരം. നമ്മളുടെ സമയം നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച പുലർച്ചെ 12:30. അപ്പോൾ ലിയോണൽ മെസ്സിയുടെ തുടർഭരണമോ അതോ ലെമീൻ യമാലിന്റെ സ്ഥാനാരോഹണമോ എന്നതാണ് ആ വലിയ ചോദ്യം. അപ്പോൾ സ്പെയിൻ വേഴ്സസ് അർജന്റീന മത്സരത്തിനായുള്ള കാത്തിരിപ്പ്. നമസ്കാരം.